2013 നവംബർ 15 വെള്ളിയാഴ്ച. ഒരു വൈദികൻ എന്ന നിലയിൽ എന്നെ സംബന്ധിച്ചോളം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു ദിവസമാണിത്. ഞാൻ വൈദികപട്ടം സ്വീകരിച്ച ആ ദിവസത്തോളം അല്ലെങ്കിൽ അതിനേക്കാൾ കൂടിയ ഒരു പ്രാധാന്യം തലശ്ശേരി അതിരൂപതയിൽപ്പെട്ട വിളക്കന്നൂർ ദേവാലയത്തിലെ വികാരിയായിരുന്നു ഞാൻ ആ സമയത്ത്. ആ വെള്ളിയാഴ്ച പതിവുള്ള സമയത്ത് കുർബാന അർപ്പിക്കാനായി ഞാൻ ബലിപീഠത്തിൽ ചെന്നു. സാധാരണ ദിവസങ്ങളിലേതുപോലെ കുർബാന ചൊല്ലിത്തുടങ്ങി. കാഴ്ചവെപ്പും അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും കൂതാശയും ഒക്കെ കഴിഞ്ഞ് പ്രഭാഷണ പ്രാർത്ഥന അല്ലെങ്കിൽ എപ്പിക്ലേസിസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഭാഗമുണ്ട്. കർത്താവേ, നിൻ്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന പ്രാർത്ഥനയോടെയാണ് അത് ആരംഭിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ ആവാസം വഴി അപ്പവും വീഞ്ഞും കർത്താവിൻ്റെ ശരീരക്തങ്ങളായി പൂർണ്ണമായിട്ടും മാറ്റപ്പെടുന്നുവെന്നാണ് സഭ വിശ്വസിക്കുക. ആ കർമ്മത്തിന് ശേഷം തല ഉനിച്ച് ആചാരം ചെയ്തതിന് ശേഷമാണ് അപ്പം എടുത്തുയർത്തിക്കൊണ്ട് ഞാൻ ലോകത്തിൻ്റെ ജീവനുള്ള അപ്പമാകുന്നു എന്നൊരു പ്രാർത്ഥന തുടങ്ങുക. ആ പ്രാർത്ഥനയ്ക്ക് മുമ്പായി കുനിഞ്ഞ ആചാരം ചെയ്യുമ്പോഴാണ് കൂദാശ ചെയ്യപ്പെട്ട ഓസ്തിയുടെ മുകളിൽ എന്തോ ഒരു ചെറിയ അടയാളം, ഒരു കറുപ്പ് നിറഞ്ഞ ഒരടയാളം പോലെ എനിക്ക് തോന്നിയത്. വളരെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ അതിലെന്തോ ഒരു അസ്വാഭാവികത തോന്നിയതുകൊണ്ട് അടുത്തുണ്ടായിരുന്ന ദേവാലയ ശുശ്രൂഷിയ കപ്പ്യാരെ ഞാൻ വിളിച്ചു. അദ്ദേഹം വന്ന് കുനിഞ്ഞു നോക്കിയ ശേഷം അദ്ദേഹം പറഞ്ഞത് ഒരു മനുഷ്യൻ്റെ മുഖം പോലെ ഇരിക്കുന്നു എന്നാണ്. അപ്പോൾ ഞാൻ ഉടനെ തന്നെ ആ പിലാസ കയ്യിലെടുത്ത് ഉയർത്തിപ്പിടിച്ച് സൂക്ഷ്മമായിട്ട് പരിശോധിച്ചപ്പോൾ അത് വെറൊരു മുഖമല്ല, യേശു ക്രിസ്തുവിൻ്റെ മുഖമാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എല്ലാ ദിവസവും ബലിയർപ്പിക്കുകയും ബലിയർപ്പണത്തിൻ്റെ സമയത്ത് അപ്പവും വീഞ്ഞും കർത്താവിൻ്റെ ശരീരവും രക്തവുമായി മാറുന്നു എന്ന് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു മുഖം തിരുവോസ്തിയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അത് അത്ര ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയവും വിറയലുമൊക്കെ ഉണ്ടായി. ആകപ്പാടൊരു അസ്വസ്ഥത എന്നെ പിടികൂടി. പള്ളിയിലുണ്ടായിരുന്ന വിശ്വാസികൾ ധരിച്ചത് എനിക്കെന്തോ അസുഖത്തിൻ്റെ ലക്ഷണമാണെന്നാണ് അവർ കരുതിയത്. പക്ഷെ കുർബാന കഴിഞ്ഞപ്പോൾ, ദിവ്യാന്റെ സ്വീകരണം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ തിരുവോസ്തി ആൾക്കാരെ കാണിച്ചു. കുർബാന പൂർണ്ണമാകണമെങ്കിൽ കൂദാശ ചെയ്ത അപ്പം വിഭജിച്ച് തിരുരക്തത്തിൽ മുക്കി റുഷ്മ ചെയ്യണം. പക്ഷേ ദൈവശാസ്ത്രമോ ലിറ്റർജിയുടെ ശാസ്ത്രങ്ങളോ നടപടിക്രമങ്ങളോ പാലിക്കാനൊന്നും അതനുസരിച്ച് മുമ്പോട്ട് പോകണമെന്നുള്ള ചിന്തയൊന്നും അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. ആ തിരുവോസ്തി മുറിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ എന്നൊരു ഭയം എൻ്റെ മനസ്സിൽ പിടികൂടി. ഒപ്പം അത് മുറിക്കാതെ വെക്കുന്നതാണ് നല്ലത് എന്നൊരു തോന്നലും. അതുകൊണ്ട് തന്നെ ഞാനത് സക്രാരിയിൽ ഭദ്രമായിട്ട് സൂക്ഷിക്കുകയാണ് ചെയ്തത്. 1 മണിക്കൂറിന് ശേഷം സക്രാരി തുറന്ന് നോക്കിയപ്പോൾ അതിലുണ്ടായിരുന്ന ചിത്രം കുറേ കൂടി വ്യക്തതയോടെ തെളിഞ്ഞു കാണപ്പെടുകയായിരുന്നു. ആ സമയത്താണ് ആദ്യമായിട്ട് അതിൻ്റെ ഫോട്ടോ എടുക്കുകയും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും അത് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുകയും ചെയ്തത്. അധികം താമസിയാതെ തന്നെ പള്ളിമുറ്റം മുഴുവൻ ആൾക്കാരെ കൊണ്ട് നിറഞ്ഞു. അത്ഭുതം നടന്നു എന്ന് കേട്ട് എല്ലാവരും പാഞ്ഞു വന്നു. വന്നവരെല്ലാം പള്ളിക്കകത്ത് കയറി പ്രാർത്ഥിക്കുകയും ആരാധന നടത്തുകയും ഒക്കെ ചെയ്തു. അസാധാരണമായൊരു സംഭവമായതുകൊണ്ട് ഞാനത് അഭ്യർത്ഥന പിതാവിനെ, ജോർജ് വലിയേറ്റൻ പിതാവിനെ അറിയിച്ചു. പിതാവിന് നിർദ്ദേശപ്രകാരം തലശ്ശേരിയിൽ നിന്ന് 3-4 അച്ഛന്മാർ വന്നു. അവർ വന്ന് എല്ലാം കണ്ട് ബോധ്യപ്പെട്ട് അരളിക്കൽ പൂർണ്ണ ആരാധനയ്ക്കായിട്ട് വെച്ചു. രാത്രിയിലാണ് ആരാധന അവസാനിപ്പിച്ചത്. പിന്നെ പിറ്റേ ദിവസം ശനിയാഴ്ച രാവിലെയും ആരാധന തുടർന്നു രാത്രി വരെ. ഞായറാഴ്ച വെളുപ്പിന് 5 മണി കഴിഞ്ഞപ്പോൾ രൂപതാധ്യക്ഷ നിർദ്ദേശപ്രകാരം ഈ തിരുവോസ്തി തലശ്ശേരിയിലേക്ക് കൊണ്ടുപോയി
സാധാരണയായ ഒരു രൂപത പരിധിക്കുള്ളിൽ ഇങ്ങനെയുള്ള സംഭവം അതിസ്വാഭാവികമായ സംഭവങ്ങൾ നടന്നാൽ രൂപതാധ്യക്ഷന്മാർ അതിലെടുക്കേണ്ട ആദ്യത്തെ നടപടി ഇതാണ്. അബദ്ധജടിലമായ വിശ്വാസങ്ങളിലേക്ക് പോകാതെ സൂക്ഷ്മമായ വിശകലനത്തിന് പഠനത്തിന് ശേഷം മാത്രം പരസ്യമായ വണക്കത്തിന് വെക്കുന്ന ഒരു രീതിയാണ് സഭയ്ക്കുള്ളത്. അതനുസരിച്ചാണ് പിതാവ് അത് തലശ്ശേരിയിലേക്ക് രൂപതാ കേന്ദ്രത്തിലേക്ക് തിരുവോസ്തി മാറ്റിയത്. പിന്നീടുള്ളതെല്ലാം ചരിത്രമാണ്. വ്യക്തമായ ഒരു അറിവ് എനിക്കതേക്കുറിച്ചില്ല. എൻ്റെ സഭയുടെ പഠനങ്ങൾ കുറേയേറെ നടന്നു. ദൈവശാസ്ത്രജ്ഞന്മാരുടെ ഒരു 6 അംഗ പാനൽ എന്നെ ഇൻ്റർവ്യൂ ചെയ്തു. പിന്നെ തിരുവോസ്തി പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങൾക്കുമായി പല സ്ഥലങ്ങളിലൂടെയും കൊണ്ടുപോയി റോമിൽ വരെ എത്തി. റോമിൽ ഗവേഷണ സ്ഥാപനങ്ങളിൽ പരിശോധനയ്ക്ക് ശേഷം ഒരു 3 അന്തിമ പരിശോധനകളുണ്ടായിരുന്നു. അതിനുള്ള സംവിധാനങ്ങൾ ഇന്ത്യയിലുള്ളത് കൊണ്ട് തിരുവോസ്തി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു എത്തിക്കാൻ സ്ഥാനപതി. ഇന്ത്യയിൽ ബാംഗ്ലൂർ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ അത്യാധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെയാണ് ഈ പരിശോധനകൾ 3 നടത്തിയത്. ഈ 3 പരിശോധനകളുടെയും ഫലം രൂപത കേന്ദ്രത്തിൽ നിന്ന് പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലുള്ള ചിത്രം പുറമേ നിന്നുള്ള എന്തെങ്കിലും വസ്തുവിൻ്റെ സാന്നിധ്യം കൊണ്ടുണ്ടായതല്ലെന്നും ഈ തിരുവോസ്തിയിലുള്ള അതേ പദാർത്ഥത്തിൻ്റെ രൂപമാറ്റം മാത്രമാണെന്നുമാണ് ഈ ഗവേഷണങ്ങളിലൂടെ ശാസ്ത്രജ്ഞന്മാരും ദൈവശാസ്ത്രജ്ഞന്മാരും ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റും വിദഗ്ധരും അടങ്ങിയ സംഘം കണ്ടെത്തിയത്. അതിൻ്റെ വെളിച്ചത്തിലാണ് വത്തിക്കാൻ ഈ തിരുമുഖം പതിഞ്ഞ തിരുവോസ്തിയെ ഒരടയാളമായിട്ട് പ്രഖ്യാപിച്ചത്. അതിനൊരു അത്ഭുതമെന്ന് വിളിക്കാൻ നമുക്കൊരിക്കലും സാധിക്കില്ല. കാരണം കുർബാനയിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് പരിശുദ്ധ കുർബാന തന്നെയാണ്. കർത്താവിൻ്റെ ശരീരരക്തങ്ങളായിട്ട് ഈ അപ്പവും മീഞ്ഞും മാറുന്നതാണ് യഥാർത്ഥത്തിൽ അത്ഭുതം എന്ന് പറയുന്നത്. ആ തിരുവോസ്തിയുടെ മുകളിൽ ഒരു ഛായാചിത്രം പതിയുന്നത് അത് അത്ഭുതമല്ല, അതൊരു അടയാളമാണ്. കർത്താവിൻ്റെ ശരീരവും രക്തവുമാണ് ഇതെന്ന് വിശ്വാസികളെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നതിനും വിശ്വാസത്തിൽ ആഴപ്പെടുത്തുന്നതിനും കൂടുതൽ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നതിനും ദിവ്യാനത്തോടുള്ള ഭക്തിയിൽ വളരുന്നതിനും വേണ്ടി വിശ്വാസികൾക്ക് ദൈവം കൊടുക്കുന്ന ഒരടയാളമായിട്ടാണ് ആ സഭ അതിനെ കാണുന്നത്. ഞാനും അങ്ങനെ തന്നെയാണ് അതിനെ കണ്ടിരുന്നത്. സഭയിൽ വലിയ ഒരു സാധാ ഇടവക വികാരി എന്ന നിലയിൽ മാത്രം ശുശ്രൂഷ ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ ചെല്ലുന്ന കുർബാനയിൽ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ളത് ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ തമ്പുരാനോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. വ്യക്തമായൊരു ഉത്തരം എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. എങ്കിലും എനിക്ക് കിട്ടിയ ഉത്തരം ഇതാണ്: കർത്താവ് എപ്പോഴും ബലഹീനന്മാരെ തിരഞ്ഞെടുക്കുന്നു തൻ്റെ പദ്ധതികൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി. ബലവാന്മാരെ ഒഴിവാക്കി ബലഹീനരായ മനുഷ്യരെ തിരഞ്ഞെടുക്കുന്ന ദൈവത്തിൻ്റെ കാരുണ്യമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. പിന്നെ എന്തുകൊണ്ട് ഈ തലശ്ശേരി അതിരൂപത വിളക്കന്നൂർ എന്നാണ് ഞാൻ പിന്നീട് ചിന്തിച്ചത്. അപ്പം അവിടെയും കിട്ടുന്ന ഉത്തരം അന്ന് ആ ഒരു കാലഘട്ടത്തിൽ വിശുദ്ധ കുർബാനയ്ക്കെതിരെ പരിശുദ്ധ കുർബാനയിൽ യേശുവിടെ യഥാർത്ഥ സാന്നിധ്യമോ ഇല്ലെന്നും അത് ശരിക്കും കർത്താവിൻ്റെ ശരീരരക്തങ്ങളല്ല എന്നും അത് അച്ഛന്മാർ വയറ്റുപഴുപ്പിന് വേണ്ടി നടത്തുന്ന അഭ്യാസങ്ങളാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കുറേ വിഭാഗം ആൾക്കാരും സെക്റ്റുകളുമൊക്കെയുണ്ട്. അത് കുറച്ച് കൂടുതൽ ഉണ്ടായിരുന്നൊരു കാലഘട്ടമാണ് 2012, 13, 14 കാലഘട്ടങ്ങൾ. ഒപ്പം ആ സമയത്ത് തന്നെ ഈ ബ്ലാക്ക് മാസിൻ്റെ ഒരു സ്വാധീനം നമ്മുടെ യുവജനങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരുന്നുണ്ടായിരുന്നു. സഭയ്ക്കും സഭയുടെ വിശ്വാസത്തിനുമെതിരായി ചിത്രശക്തികൾ പ്രവർത്തനം ഊർജിതമാക്കിയപ്പോൾ കർത്താവ് ഒരു അടയാളത്തിലൂടെ വിശുദ്ധ കുർബാന എന്താണെന്നും വിശുദ്ധരുടെ പ്രാധാന്യം എന്താണെന്നും വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് മലബാറിലെ ഈ ഓണങ്കറാമൂലയായ പള്ളി തിരഞ്ഞെടുത്തതെന്നാണ് എൻ്റെ വിശ്വാസവും എൻ്റെ ബോധ്യവും. വത്തിക്കാൻ ഇതിനെ ഒരു അടയാളമായിട്ട് സ്ഥിരീകരിക്കുകയും വത്തിക്കാൻ സ്ഥാനപതി തന്നെ വിളക്കുവിനർ വന്ന് ഇത് സ്ഥാപിക്കുകയും ചെയ്തതോടുകൂടി അത് കൂടുതൽ വിശ്വാസയോഗ്യമായി മാറി എന്നുള്ളതാണ് സത്യം. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ.